പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്ക് കൂടി പോകുന്നു. മുസ്ലിം ലീഗിന് 4 മന്ത്രിസ്ഥാനം മാത്രമേ ഇപ്പോൾ തൽക്കാലം സാധ്യമാകുകയുള്ളൂ എന്ന കാര്യം കോൺഗ്രസ് വ്യക്തമാക്കുന്നു. 5ാം മന്ത്രിസ്ഥാനം പിന്നീട് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാടെന്നുള്ള വിവരമാണ്. റോഷി ഇപ്പോൾ ലീഗിന് 5ാം മന്ത്രിസ്ഥാനമില്ല എന്നുറപ്പിക്കുകയാണോ? 4 മന്ത്രിസ്ഥാനം മാത്രം, 5ാമതായി മറ്റെന്തെങ്കിലും സ്ഥാനം കൂടി നൽകുന്നുണ്ടോ മന്ത്രിസ്ഥാനമല്ലാതെ? സ്മൃതി, ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന് 4 മന്ത്രിസ്ഥാനത്തിൽ കൂടുതൽ നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. 5ാം മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ചർച്ചകൾ പിന്നീട് നടത്താമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. കാരണം അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷേ അതിന് പകരം മറ്റേതെങ്കിലും ക്യാബിനറ്റ് പദവിയിലുള്ള ഏതെങ്കിലും ഭരണപരിഷ്കാര കമ്മീഷൻ ഉൾപ്പെടെയുള്ളത് വേണം, അങ്ങനെ ഒരു പദവി വേണമെന്ന ആവശ്യം ഒരുപക്ഷെ ലീഗ് ഉയർത്തിയേക്കും. അതും അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നിലവിലെ സാഹചര്യത്തിൽ. ഏതായാലും 4 മന്ത്രിസ്ഥാനത്തിൽ കൂടുതൽ ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന് നൽകില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. അതിൽ മുസ്ലിം ലീഗിന്റെ തുടർ നിലപാടുകൾ എന്തായിരിക്കുമെന്നത് പ്രധാനമാണ്. നാളെ മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ടെലിഫോണിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തും. ഇന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉഭയകക്ഷി ചർച്ച ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല. പക്ഷേ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കൃത്യമായ സന്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് പോയിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു അനുനയ നീക്കം പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം 5 മന്ത്രിസ്ഥാനം വേണം ഈ തവണ എന്ന നിലപാടിൽ തന്നെ ലീഗ് ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസും എത്തുകയാണ്. അവിടെ ഒരാശയക്കുഴപ്പമുണ്ട്. അനുനയ നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന് അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തുകയാണ്. ഇനി ഭരണപരിഷ്കാര കമ്മീഷൻ വേണമെന്ന ആവശ്യം ഉയർത്തുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ആ കാര്യത്തിൽ കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ചേർന്ന് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ 4 മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് കൊടുക്കും. അതിൽ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളൊന്നും കോൺഗ്രസ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈമാറാൻ ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം നടന്നിരുന്നെങ്കിലും ആ നീക്കം ഉപേക്ഷിച്ചു. പകരം 5ാം മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ്. ഇത് ലീഗ് അംഗീകരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കോൺഗ്രസിൽ നിന്ന് വരുന്നു. ലീഗിന് 5ാം മന്ത്രിസ്ഥാനം ആദ്യഘട്ടത്തിലില്ല, പിന്നീട് അത് ചർച്ച ചെയ്യാമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം എന്ന ഒരു കാര്യം കൂടി ഇത്തവണ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ലീഗിന് 4 മന്ത്രിസ്ഥാനം, കോൺഗ്രസിന് മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിസ്ഥാനങ്ങളാണ്. ഈ 5ാം മന്ത്രിസ്ഥാനം പിന്നീട് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത്. ഭരണപരിഷ്കരണ കമ്മീഷൻ അടക്കമുള്ള മറ്റെന്തെങ്കിലും ക്യാബിനറ്റ് പദവിയോടുകൂടിയുള്ള പദവികൾ നൽകുമോ എന്നതും പിന്നീട് ആലോചിക്കുമെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. ലീഗ് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് പ്രധാനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ നിലപാട് വളരെ പ്രധാനമായിരുന്നു. VS രഞ്ജിത്ത് കൂടി. രഞ്ജിത്ത്, ഇപ്പോൾ 5ാം മന്ത്രിസ്ഥാനം ഉടനില്ല എന്ന തീരുമാനം കോൺഗ്രസ് എടുക്കുന്നു എന്നുള്ള വിവരം ലീഗ് അതിനെ എങ്ങനെ കാണും? വലിയ ബഹളങ്ങളില്ലാതെ, വലിയ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാതെ മുന്നോട്ട് പോകുമെന്നാണല്ലോ പുറത്തേക്ക് ലീഗ് പറഞ്ഞിരുന്നത്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെങ്കിലും അത്തരമൊരു ആവശ്യവും പറയില്ല എന്ന് നേരത്തെ ലീഗ് പറഞ്ഞിരുന്നു. പക്ഷേ 5ാം മന്ത്രിസ്ഥാനമില്ല എന്നുള്ളത് ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? സ്മൃതി, ഉഭയകക്ഷി ചർച്ചയിൽ ലീഗ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 20 MLA-മാരുടെ ഘട്ടത്തിലാണ് ലീഗിന് 5 മന്ത്രിമാരെ അനുവദിച്ച്. അന്ന് കോൺഗ്രസിന് MLA-മാരുടെ എണ്ണം കുറവായിരുന്നു എന്നൊരു ഫാക്ടർ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 22 MLA-മാരുണ്ട്. മാത്രവുമല്ല, വടക്കൻ കേരളത്തിൽ കോൺഗ്രസിന്റെ MLA-മാരുടെ വിജയത്തിൽ പോലും, ഇപ്പൊ തവനൂരിലാണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും നിലമ്പൂരിലാണെങ്കിലും തൃക്കരിപ്പൂരിൽ പോലും കോൺഗ്രസ് MLA-മാരുടെ വിജയത്തിൽ പോലും ലീഗിന് നിർണായകമായ പങ്കുണ്ട്. അക്കാര്യം മുന്നണി ഉറപ്പിക്കുകയും ചെയ്ത കാര്യമാണ്. ഇങ്ങനെ വലിയ ക്ലെയിമുകൾ ലീഗിനുള്ള ഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും ഒരു മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അവിടെ നിൽക്കുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നൊരു ആവശ്യം പോലും ഉന്നയിക്കാതെ 5 മന്ത്രിമാരെന്ന ആവശ്യത്തിലാണ് ലീഗ് ഉറച്ചു നിൽക്കുന്നത്. ആ ആവശ്യം അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉഭയകക്ഷി ചർച്ചയിൽ ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വകുപ്പുകളുടെ കാര്യത്തിൽ അതൊരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങുമോ? അപ്പോൾ വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, വ്യവസായം, IT ഇതൊക്കെയാണ് ലീഗ് നേരത്തെ കൈവശം വച്ചിരുന്നത്. അത് രഞ്ജിത്ത്, ഞാൻ തിരിച്ചെത്താം. ഈ വാർത്തയിൽ തന്നെ നിൽക്കാം. ലീഗ് എടുക്കുന്ന നിലപാട് വളരെ പ്രധാനമാണ്.